ഹലോ ഫ്രണ്ട്സ്, ഇങ്ങോട്ട് നോക്കാം. ഹായ് പറ. ഒരു മൈൻഡില്ല. അപ്പം ഞങ്ങളെ വാവയ്ക്ക് ഇഞ്ചക്ഷൻ്റെ സമയമായി, 9.5 മാസമായി. അപ്പം അതിൻ്റെ ഇഞ്ചക്ഷൻ എടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പോവാണ്. അപ്പം ഞാനും വാവയും മാത്രമേ ഉള്ളൂ, വേറെ ആരും ഇല്ല. ഞങ്ങൾ രണ്ടുപേരും മാത്രമേ. അപ്പം അതൊക്കെ ഇങ്ങനെ നടന്ന് വീടിൻ്റെ അടുത്തുനിന്ന് കുറച്ച് നടക്കാനുണ്ട്. അപ്പം ഞങ്ങളിങ്ങനെ മെല്ലെ നടന്ന് പോയിക്കൊണ്ടിരിക്കുക. നടന്നാൽ പോണേ. ഇത് ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള വഴിയാണ്. സൈഡൊക്കെ കാണാൻ നല്ല ഭംഗിയാണ്. അപ്പം ഞങ്ങളിത് അവിടെ എത്തിയപ്പോൾ അവിടെ കുറച്ച് ആൾക്കാരൊക്കെ വന്നിട്ടുണ്ട്. കുട്ടികളുണ്ട്, അമ്മമാരുണ്ട്. പിന്നെ ഇത് ആശാ വർക്കറാണ് ഞങ്ങളുടെ, സീന എന്നാ ചേച്ചിയുടെ പേര്. അപ്പോൾ ആ ചേച്ചി ബുക്കൊക്കെ നോക്കി എൻ്റർ ചെയ്തുകൊണ്ടിരിക്കുക കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇത് കുറച്ച് പേര് വന്നുകൊണ്ടിരിക്കണം. ഇത് ഞങ്ങളുടെ മാളൂട്ടിയാണ്, ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ളതാണ്. അപ്പോൾ ഇവിടെ വന്നപ്പോഴാണ് അവളെ കണ്ടത്. അപ്പോൾ അവൾക്ക് വൈറ്റമിൻ കഴിക്കണം, അതിന് വേണ്ടിയിട്ട് വന്നത് അവൾ. അപ്പോൾ ഇതാ സിസ്റ്റർമാരൊക്കെ വന്നു തുടങ്ങി, മെഡിസിനൊക്കെ കൊണ്ട് വരണുള്ളൂ. അവർ മെഡിസിനൊക്കെ എടുത്ത് വെച്ച് 2-3 പേരും കൂടി ഉണ്ട് സിസ്റ്റർമാർ. അപ്പോൾ അവൻ അവിടെ ഉള്ളൊരു കുട്ടി കിടന്ന് ബഹളം വെച്ച് ഇഞ്ചക്ഷൻ വേണ്ടേ എന്നും പറഞ്ഞ് ബഹളം വെച്ച് ഓടാണ് അവൻ. അപ്പോൾ ആ സീന ചേച്ചി പറയേണ്ട, ഇഞ്ചക്ഷൻ അല്ലടാ, വൈറ്റമിനേ ഉള്ളൂ, നീ വിഷമിക്കണ്ട, കരയണ്ട എന്നൊക്കെ പറഞ്ഞ്. അപ്പം ഞങ്ങളപ്പോൾ അതൊക്കെ കണ്ട് ചിരിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുക. അപ്പോൾ കുഞ്ഞിനാണെന്നുണ്ടെങ്കിൽ താഴെ ഇറങ്ങണമെന്നും പറഞ്ഞ് വാശി. അങ്ങനെ ഞാൻ ഇത്തിരി നേരം അവനെ താഴെ ഇറക്കി. അപ്പോൾ അവൻ അവിടെ ഇരുന്ന് കളിയായിരുന്നു. പിന്നെ കുറച്ച് നേരം ഇറക്കിയുള്ളൂ. പിന്നെ ആ ഇഞ്ചക്ഷൻ എടുക്കാനായിട്ട് വിളിപ്പിച്ചു അവർ. അപ്പോൾ ഇഞ്ചക്ഷൻ എടുക്കാൻ നിന്നപ്പോൾ മറ്റു കുട്ടികളൊക്കെ കരയണ കണ്ടപ്പോൾ അവന് ബഹളം തുടങ്ങി. അപ്പം ഞാനപ്പോൾ അവനെ സമാധാനിപ്പിക്കുകയായിരുന്നു. അവനാണെന്നുണ്ടെങ്കിൽ ബഹളം ഇരിക്കണില്ല, താഴെ ഇറങ്ങാനും കൈ കൊണ്ട് കാലുകൊണ്ടൊക്കെ ബഹളം തുടങ്ങി. ഞാനിപ്പോൾ പാട്ടൊക്കെ പാടി ഇങ്ങനെ ആട്ടിക്കൊണ്ട് നടക്കണം അവന്. അതിൻ്റെ ഇടയ്ക്ക് മാളൂട്ടി വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ വേറെ കുട്ടികൾ ഇഞ്ചക്ഷൻ എടുക്കണുണ്ട്. അപ്പോൾ എനിക്കാണെങ്കിൽ സഹിക്കാൻ പോലെ പാവല്ലേ, കുട്ടികളൊക്കെ പിടിച്ച് കുത്തിവയ്ക്കുകയെന്ന് പറഞ്ഞാൽ കഷ്ടമുണ്ടല്ലോ. പിന്നെ 3 ഇഞ്ചക്ഷൻ ഉണ്ടായിരുന്നു. ഇഞ്ചക്ഷൻ എടുക്കണമെന്ന് വീഡിയോ എടുത്തില്ല കേട്ടോ. കുട്ടികളെ കുത്തണല്ലേ, പാവ. അതുങ്ങൾ കരച്ചിലെന്ന് പറഞ്ഞാൽ ഭയങ്കര കരച്ചിലായിരുന്നു. വാവ ഭയങ്കര കരച്ചിലായിരുന്നു. പിന്നെ പനിയൊന്നും ഉണ്ടാവില്ല എന്ന് പറഞ്ഞിരുന്നു. ഞങ്ങളപ്പോൾ കുത്തൊക്കെ കഴിഞ്ഞു ഫ്രണ്ട്സ്. എൻ്റെ കുഞ്ഞിനെ കുത്തി വെച്ചു പറഞ്ഞേ. അപ്പം ഞങ്ങൾ ഇഞ്ചക്ഷനൊക്കെ കഴിഞ്ഞു വീട്ടിലേക്ക് പോവുകയാണ് അപ്പോൾ തിരിച്ച്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ.